പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാതേ സർവമർപ്പിച്ചേക, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം മാനം തുറന്നേക, എന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. സ്നേഹമായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ അരികിലേക്ക് എത്തി നിൽക്കുന്ന ഈശോയെ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞങ്ങളിലേക്ക് പകർന്നു നൽകിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ മനോഹരമായ സുദിനത്തിൽ വിശുദ്ധി തന്നെയായ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ആരാധിക്കുകയാണ്. പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുകയാണ്. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധിയിൽ നയിക്കണമേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, സകല വിശുദ്ധരെയും ഓർമ്മിച്ചെടുക്കുന്ന ഒരു മനോഹരമായ സുദിനത്തിലേക്കാണ് നമ്മൾ മിഴി തുറക്കുന്നത്. ഈ തിരുനാൾ സഭ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ നിറയുന്നത്. പരിശുദ്ധനായ ദൈവത്തെ പോലെ നമ്മളെല്ലാവരും പരിപൂർണരായിരിക്കണം എന്നുള്ള
ഈശോയുടെ അതിരറ്റ ആഗ്രഹമാണ് ഈ സുവിശേഷ വാക്യത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് വിശുദ്ധി എന്നും ആരാണ് വിശുദ്ധരെന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തുന്ന ഒരു നല്ല ദിവസം കൂടിയാണ് ഈ തിരുനാൾ ദിനം. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വലിയ സത്യവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സുദിനം. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാനും പിതാവായ ദൈവത്തെ പോലെ പരിപൂർണരാകാനുമുള്ള ആ ദൈവവിളിയെക്കുറിച്ച് നമ്മൾ ഒന്നിച്ച് ഇന്ന് ചിന്തിക്കുകയാണ്. എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത്? അത് ശരിക്കും ദൈവത്തിൻ്റെ മിഴികളിൽ നോക്കി നിൽക്കാനുള്ള മനുഷ്യൻ്റെ കൃപയുടെ പേരാണ്, അല്ലെങ്കിൽ ആർജവത്വത്തിൻ്റെ പേരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യ മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി ആ ഭാഗത്തെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടന്ന ആ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. വൈകുന്നേരങ്ങളിൽ ദൈവത്തിനോടൊപ്പം ഉലാത്താൻ നടന്നിരുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ അവിടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു വേള, ഒരു വൈകുന്നേരത്ത് ദൈവം കടന്നു വരുമ്പോൾ ആദത്തിനെയും ഔവയെയും അവിടെ കാണുന്നില്ല എന്നുള്ളത് വചനം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ വായിക്കുന്നു, അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. ദൈവത്തെ കാണാനുള്ള കൃപ നഷ്ടപ്പെട്ടു പോയവർ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കാനുള്ള ആർജവം നഷ്ടപ്പെട്ടു പോയവർ, അവരെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കി നിൽക്കാനുള്ള മനുഷ്യൻ്റെ കൃപയും ആർജവവും ധൈര്യവുമാണെന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ ഓർമ്മിച്ചെടുക്കണം. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധരുടെ തിരുനാൾ സഭ ഇത്ര കാര്യമായിട്ട് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്? ഓരോ ദിവസവും വിശുദ്ധരെ സഭ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവരുടെ തിരുനാളുകൾ ഏതെങ്കിലുമൊക്കെ ദിനങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വളരെ കാര്യമായി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ എഴുതപ്പെട്ടതും നിർവചിക്കപ്പെട്ടതുമായ വിശുദ്ധരെക്കാൾ അറിയപ്പെടാത്ത, എഴുതപ്പെടാത്ത വിശുദ്ധരുടെ നീണ്ട നിര സഭയ്ക്കുണ്ട് എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ അവരെ അനുദിന വിശുദ്ധരുടെ പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടെന്നു വരില്ല. മറിച്ച് നമ്മളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഒരുപാട് പുണ്യാത്മാക്കൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. എന്താണ് ഈ വിശുദ്ധി അല്ലെങ്കിൽ ഈ വിശുദ്ധരെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത്? തീർച്ചയായിട്ടും അത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം പരിപൂർണനായിരിക്കുന്നു, അതുപോലെ നമ്മളും പരിപൂർണരായിരിക്കുക. ഈ സുന്ദരമായ സുദിനത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ദൈവവിളി വിശുദ്ധിയിലേക്കുള്ളതാണ് എന്നുള്ളതാണ്. ദൈവവിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണെന്ന് നാം തിരിച്ചറിയുക. എന്താ ദൈവവിളി എന്ന് പറഞ്ഞാൽ? ഒരുവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു യാത്രയുടെ പേരാണ് ഈ ദൈവവിളി. അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ദൈവവിളി അതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ വിശുദ്ധരെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പ്രത്യാശയുടെ സുദിനം കൂടിയാണ്. എന്താണ് പ്രത്യാശ? ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങൾക്കുമൊക്കെ അപ്പുറം സ്വർഗമുണ്ടെന്നും സ്വർഗീയ ജീവിതമുണ്ടെന്നുള്ള ഒരു പ്രത്യാശയാണ് സഭ നമുക്ക് സമ്മാനിക്കുന്നത്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു നങ്കൂരത്തെക്കുറിച്ച്. സുസ്ഥിരവും സമാധാനപൂർണവുമായിട്ടുള്ള, സുരക്ഷിതവുമായിട്ടുള്ള ഒരു നങ്കൂരം. അത് ക്രിസ്തുവിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അവൾ പ്രത്യാശയോടുകൂടിയുള്ള ഒരു യാത്ര നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ
നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടാകും. ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയും മറിഞ്ഞുമൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ടാകാം. ഒരു കാര്യം നമുക്ക് മറക്കാതിരിക്കാം, ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന ജീവിതമാണ് ഓരോ വിശുദ്ധരുടേതും എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം ഈ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാകണം. പഴയ നിയമത്തിൻ്റെ പുസ്തകത്തിൽ ഒത്തിരിയേറെ ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രത്യേകം മാറ്റി നിർത്തി അഭിഷേകം ചെയ്യപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. സാമുവലും സാവൂളും ദാവീദും, അങ്ങനെ ഒത്തിരിയേറെ പേർ. അവരുടെ നിരയിലേക്കാണ് കർത്താവ് നമ്മളെയും ക്ഷണിക്കുന്നത് എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിശുദ്ധിയിലൂടെ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നു? അത് ക്രിസ്തുവാകാൻ ആഗ്രഹിക്കലാണ്. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കലാണ് വിശുദ്ധി. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധനാണോ വിശുദ്ധയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ കണ്ണുമുട്ടുന്നവരിലും ഞാൻ കാണുന്നവരിലുമൊക്കെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിനെന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഏതൊരാൾക്കും എത്തിച്ചേരാവുന്ന ഒരു ഭാവം അല്ലെങ്കിൽ ഒരിടമാണ് വിശുദ്ധി എന്നുള്ളത്. അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അസാമാന്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ ആണ് വിശുദ്ധരായി തീരുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രലോഭനം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും സാക്ഷ്യം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വിശുദ്ധരുടെ ഗണത്തിലാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ ഈ തിരുസക്രാരുടെ മുമ്പിലിരുത്തി ഒന്ന് വിചിന്തനത്തിന് വിധേയമാക്കാം. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി വിളങ്ങി നിൽക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ കണ്ണിൽ നോക്കാനുള്ള കൃപ എനിക്കിപ്പോഴും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നുണ്ടോ? എന്നെ കണ്ടുമുട്ടുന്നവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരിക്കലൊരു മനുഷ്യൻ ആ നാട്ടിലെ ഒരു കരകൗശലക്കാരൻ്റെ അടുക്കൽ എത്തിപ്പെട്ടു. സംസാരത്തിനിടയിൽ കുറേയേറെ കാര്യങ്ങൾ അവർ സംസാരിക്കുകയാണ്, പറയുകയാണ്. അപ്പോഴൊക്കെയും ഈ കരകൗശലക്കാരൻ്റെ കയ്യിൽ ഒരു ഉളിയും ഒരു മരക്കഷ്ണവുമുണ്ട്. അതിങ്ങനെ ചീന്തി മിനുക്കിക്കൊണ്ടാണ് സംസാരം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കടന്നു വന്ന മനുഷ്യൻ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഈ കരകൗശലക്കാരൻ ആ മരക്കഷ്ണം അയാളുടെ കൈകളിലേക്ക് നീട്ടി. അത്ഭുതത്തോടെ അയാളത് വാങ്ങി നോക്കി. കണ്ടത് ആ മരത്തിൽ ഒരു ക്രിസ്തു രൂപമാണ്. അത്ഭുതത്തോടെ ആ മനുഷ്യൻ ചോദിക്കുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു? കരകൗശലക്കാരൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് ചെറിയൊരു കാര്യം മാത്രം. ക്രിസ്തു ഒഴികെയുള്ളതിനെയെല്ലാം ഞാൻ ചീകിക്കളഞ്ഞപ്പോൾ ഇത് ക്രിസ്തുവായിട്ട് മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഒഴികെയുള്ളതിനെല്ലാം ചീകിക്കളയുമ്പോൾ, മാറ്റുമ്പോൾ, അതിനെ വെട്ടിമാറ്റുമ്പോൾ, മുറിച്ചു മാറ്റുമ്പോൾ അവശേഷിക്കുന്നത് ക്രിസ്തു തന്നെയാണെന്ന് നാം തിരിച്ചറിയുകയാണ്. ഓരോ കല്ലിലും ഒരു ശില്പമുള്ളതുപോലെ, ഓരോ മരത്തടിയിലും ഒരു ക്രിസ്തുവിൻ്റെ രൂപം ഒളിഞ്ഞിരിക്കുന്നത് പോലെ, ഓരോ മനുഷ്യരിലും ഓരോ വിശുദ്ധൻ ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യം നമുക്ക് മറക്കാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും, കർത്താവേ വിശുദ്ധിയിലൂടെ എന്നെ വളർത്തണമേ എന്നായിരിക്കട്ടെ. പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന വാക്യത്തെ നമുക്ക് മറക്കാതിരിക്കാം. ഹൃദയത്തിൽ നിന്നാണ് അശുദ്ധിയുടെ എല്ലാം പുറപ്പെടുന്നത് എന്ന് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ നോട്ടങ്ങളെ, നമ്മുടെ സംസാരത്തെ, പ്രവൃത്തികളെ എല്ലാം ക്രിസ്തുവിനിണങ്ങുന്നതാക്കി തീർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയ
പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ. നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയിലേക്ക് നോക്കി നമുക്ക് പാടാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. വിശുദ്ധിയിൽ എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയിലേക്ക് നോക്കി. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയെ, എത്രയോ സന്തോഷകരമായ നിമിഷമാണിത്. താബോർ മലയിൽ നീ രൂപാന്തരപ്പെട്ട് നിന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഈ തിരുവോസ്തിയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ആരാധനയോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ മനസ്സിലും തെളിയുന്നത് ആ ഒരു വാക്യമാണ്, കർത്താവേ, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ കൃപയുടെ കൂടാരത്തിൽ ഞങ്ങളെ പാർപ്പിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ താളുകളിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന മനോഹരമായിട്ടുള്ള രംഗമുണ്ട്. ഒരു വലിയ അത്ഭുതകരമായ മീൻപിടുത്തമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ, അവർ വിഷമത്തോടെയും സങ്കടത്തോടെയും നിൽക്കുമ്പോൾ, അവരുടെ ഗുരു ചാരത്തണയുകയാണ്. വലതുവശത്ത് വലയിറക്കി ആ വല നിറച്ച് മീൻ കൊടുത്ത് ഈശോ നിൽക്കുമ്പോൾ, പത്രോസ് ഈശോയുടെ അടുക്കലെത്തി പറയുന്നൊരു വാക്യം, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നകന്നു പോകണമേ. തമ്പുരാനെ, വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിലും പാപിയാണ് എന്നൊരു ചിന്ത വളരുന്നു. അങ്ങയുടേതായി മാറാൻ, അങ്ങയുടെ സ്വന്തമാകാൻ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ, ചില വെട്ടി മുറിക്കലുകൾ, ചില ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ചീകിക്കളയേണ്ട വസ്തുക്കൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ക്രിസ്തു ഒഴികെയുള്ളതിനെല്ലാം ചീകിക്കളയാൻ, മുറിച്ചു മാറ്റാൻ, വേണ്ടെന്ന് വയ്ക്കാൻ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. പരിപൂർണനായിരിക്കുന്ന പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമ്മളൊന്ന് ചേർന്ന് ആരാധിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഓർക്കാം, നമ്മുടെ ജീവിത അവസ്ഥകളെ ഓർക്കാം, നമ്മുടെ ദൈവവിളികളെ നമുക്ക് ഓർക്കാം. പൗലോസ്ലീഹായുടെ വാക്കുകൾ നമ്മുടെ കാതുകളിലും ഹൃദയത്തിലും മുഴങ്ങട്ടെ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. കർത്താവേ, ആ വിശുദ്ധി ഞങ്ങൾക്ക് സമ്മാനിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നോട്ടവും ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളുമൊക്കെ അങ്ങേക്കിണങ്ങുന്നതാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കർത്താവേ, സകല വിശുദ്ധരെയും ഓർമ്മിക്കുന്ന സുദിനത്തിൽ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ്യം ഞങ്ങളിപ്പോൾ തേടുകയാണ്. അങ്ങേ കണ്ട് ആനന്ദിക്കുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്ന അനേകായിരം വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ. കർത്താവായ ഈശോയെ, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അങ്ങയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഒത്തിരിയേറെ പേരെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഒരുക്കണമേ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന.